ദൃഷ്ടിദോഷവും പരിഹാരങ്ങളും. ദൃഷ്ടിദോഷം, കണ്ണേറ്. ഒരുവന്റെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസവും അനുഭവവുമാണ് ദൃഷ്ടിദോഷം. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ബാധിക്കാം. ഉദാഹരണത്തിന്, മരങ്ങളിൽ നിറയെ പൂവിട്ട ശേഷം കായ്ഫലം കുറയുകയോ നശിക്കുകയോ ചെയ്യുക. അസൂയാലുക്കളുടെയും ശത്രുതാ മനോഭാവമുള്ളവരുടെയും മത്സര സ്വഭാവമുള്ളവരുടെയും ദൃഷ്ടി ചിലപ്പോൾ ആപത്കരമാവാം. കണ്ണ് കരിങ്കല്ലു പൊളിക്കും എന്നൊരു ശാസ്ത്രവചനം നിലവിലുണ്ട്. പൊതുവായി ചെയ്യുന്ന ദൃഷ്ടിദോഷ പരിഹാരങ്ങൾ. ദൃഷ്ടിദോഷ സാധ്യത ഒഴിവാക്കാൻ പല സന്ദർഭങ്ങളിലും പലരും പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. കെട്ടിടം പണിയുമ്പോൾ മുന്നിൽ കോലം വയ്ക്കുക, കള്ളിമുൾച്ചെടി തൂക്കുക, ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിമറയ്ക്കുക. വാഹനം വാങ്ങുമ്പോൾ വാഹനത്തിന്റെ മുന്നിലായി പൂജിച്ച മാലയോ ശംഖോ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റു വസ്തുക്കളോ തൂക്കിയിടുക. കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കറുത്ത പൊട്ടിടുക, കരിവളകൾ അണിയിക്കുക, പാണലിന്റെ ഇല മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ദേഹത്ത് വയ്ക്കുക. 28 കെട്ട് ചടങ്ങിൽ കെട്ടുന്ന കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങൾ ഉൾപ്പെടുത്തുക. ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കൈയിൽ ഒരു ഇരുമ്പുകഷണമോ പാണലിലയോ കരുതുക. കുഞ്ഞിനെ കണ്ണേറു പറ്റാതിരിക്കാൻ പുറത്തുപോയിട്ട് വരുമ്പോഴും അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴും കടുകും മുളകും ഉഴിഞ്ഞിടൽ. ഉപ്പും മുളകും കടുകും കൈയിലെടുത്ത് ഓം നമഃശിവായ ചൊല്ലി 3 തവണ ഒഴിഞ്ഞ ശേഷം അടുപ്പിലേക്കിടുക. ദൃഷ്ടിദോഷം മാറാനുള്ള പ്രധാന പരിഹാരമാർഗം ദൃഷ്ടി ദുർഗാമന്ത്രം. നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ദൃഷ്ടിദോഷം മാറാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള പരിഹാരമാണ് ദൃഷ്ടി ദുർഗാമന്ത്രം. മന്ത്രം ഉപയോഗിക്കേണ്ട രീതി. 1. കുങ്കുമത്തിൽ ജപിക്കൽ. അല്പം കുങ്കുമം ഒരു ഇലക്കീറിലോ തളികയിലോ എടുക്കുക. അതിൽ മോതിരവിരൽ കൊണ്ട് സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം 108 ഉരു ജപിക്കുക. 2. ധരിക്കേണ്ടത്. മന്ത്രം ജപിച്ച ശേഷം ആ കുങ്കുമം തനിക്കും മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് കൺദോഷം ബാധിച്ച ആൾക്കും നെറ്റിയിൽ അണിയാൻ നൽകുക. 3. ഹോമം. കടുത്ത ദോഷമുള്ളപ്പോഴും വീടിനോ സ്ഥാപനത്തിനോ ദൃഷ്ടിദോഷം ബാധിക്കുമ്പോഴും ഒരു കാർമ്മികനെക്കൊണ്ട് ദൃഷ്ടിദുർഗാ ഹോമം ചെയ്യിക്കുന്നത് ഉത്തമമാണ്. ദൃഷ്ടിദുർഗാമന്ത്രം. ഓം ഹ്രീം ദും ദുർഗേ ഭഗവതീ മനോഗൃഹമന്മഥമഥ ജിഹ്വ പിശാചീരുത് സാധയോത്സാധയ ഹിതദൃഷ്ടി അഹിതദൃഷ്ടി പരദൃഷ്ടി സർപ്പദൃഷ്ടി സർവദൃഷ്ടി വിഷം നാശയ നാശയ ഹും ഫട് സ്വാഹ. ഗുരുപരമ്പരയെ വന്ദിച്ചുകൊണ്ടുള്ള ഗുരുപരമ്പരാ വന്ദനവും നൽകിയിരിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.